ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉടുപ്പി രസമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റേറിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ സാധാരണ നമ്മൾ രസം ഉണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു രസം കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് പരിപ്പ് വേവിച്ചതെടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കൊത്തമല്ലി, കുറച്ച് കറിവേപ്പില, കായപ്പൊടി, 1 തക്കാളി, കുറച്ച് പുളി പിഴിഞ്ഞത്, 1 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ എടുത്തു വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, പിന്നെ കൊത്തമല്ലി, ജീരകം, കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കുറഞ്ഞ തീയിൽ വേണം ഇത് ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളകും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തത് അരച്ചെടുക്കാം. ഇപ്പോൾ വല്ലാത്തൊരു മണമാണ് ഈ രസത്തിന്. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ വീട് മുഴുവൻ നല്ല മണമായിരിക്കും. ഇപ്പോൾ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് താളിച്ച് ചേർക്കാം. കടുക് ചേർത്ത് കൊടുക്കാം, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയും 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ പരിപ്പ് ഇങ്ങനെ വെന്തോടയണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വെള്ളമായിരിക്കണം, രസം നല്ല വെള്ളം പോലെ ഉള്ളതാണ്. അപ്പോൾ കുറച്ച് നല്ലപോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം. ഇപ്പോൾ രസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ശർക്കരയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ശർക്കര കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രസം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.